Hi friends, Orma Designs tips and tricks like എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എംബ്രോയിഡറിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. അതിനു മുമ്പേ എന്തൊക്കെയാണ് എംബ്രോയിഡറിക്ക് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് വേണ്ടത് ഒരു റിംഗ് ആണ്, എംബ്രോയിഡറി റിംഗ്. അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഫാബ്രിക്, അതായത് തുണി, സാധാ കോട്ടൺ തുണിയാണ്. ഇനി വേണ്ടത് എംബ്രോയിഡറി ത്രെഡ്. ഇനി വേണ്ടത് എംബ്രോയിഡറിൻ്റെ ത്രെഡ്. അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഒരു സൂചി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണ്ടത് നമുക്കൊരു കത്രിക, സിസർ. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു എംബ്രോയിഡറി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റായിട്ട് നോക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് റിങ്ങിലേക്ക്, ഒരു എംബ്രോയിഡറി റിങ്ങിലേക്ക് എങ്ങനെയാണ് നമ്മൾ തുണി ഇടുന്നതെന്നാണ് ഫസ്റ്റ് പഠിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഇങ്ങനെയാണ് എംബ്രോയിഡറിൻ്റെ റിങ് വരുന്നത്. ഈ റിങ്ങിൽ നിന്ന് നമ്മൾ ആദ്യം ഈ അകത്തുള്ള റിങ് എടുക്കുക. ഓക്കെ, എടുത്തു കഴിഞ്ഞതിന് ശേഷം ഫാബ്രിക്, തുണി എടുത്തതിൻ്റെ ശേഷം നല്ല വശമാണ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വയ്ക്കുക. നല്ല വശം ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് പുറവശമാണ് കേട്ടോ. അത് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കാം. ഓക്കെ, വെച്ചതിൻ്റെ ശേഷം നന്നായിട്ട് ഇത് ടൈറ്റ് ചെയ്യാം. നന്നായിട്ട് ടൈറ്റ് ചെയ്യണേ. ഇതാണ് ടൈറ്റിങ് ചെയ്തു. എന്തെങ്കിലും ഒരു ഇതിലേക്ക് വരുമ്പോൾ അതവിടെ നിന്ന് തെറിച്ച് വരണം. അതുവരെ നമുക്ക് ടൈറ്റിങ് ചെയ്ത് വെക്കണം കേട്ടോ. കണ്ടോ? ഓക്കെ, അപ്പം ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തു. നമ്മൾ നല്ല രീതിയിൽ ടൈറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൈറ്റ് ചെയ്തിട്ട് കണ്ടോ, നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പുറകുവശമാണ്, തുണീൻ്റെ പുറകുവശമാണ്. ഇത് മുൻവശമാണ് തുണീൻ്റെ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇത് സൂചി, നോർമൽ സൂചി. എംബ്രോയിഡറി ത്രെഡ് സൂചി എന്ന് പറഞ്ഞൊരു സൂചി കിട്ടും. ഇവിടെ അധികം മൊനയൊന്നും ഇല്ലാത്ത കേട്ടോ. പക്ഷെ അതിനെക്കാട്ടി നല്ലത് നോർമൽ സൂചി എടുക്കുന്നതായിരിക്കും. ഇവിടെ നൂല് കോർക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നം വരും, പക്ഷെ നല്ല പെർഫെക്ഷൻ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു നൂല് എടുത്തതിൻ്റെ ശേഷം നമുക്ക് ഈ നൂല് ഇതിൽ നിന്ന് അഴിച്ചു എടുക്കുമ്പോൾ ഈ നൂല് നമുക്ക് 7 ഇതളുണ്ടാവും. പൂവിൻ്റെ ഇതൾ എന്ന് പറയുന്ന പോലെ 7 ഇതളുകൾ ഉണ്ടാവും. ഇങ്ങനെ എണ്ണിയാൽ മതി. 1 2 3 4 5 6 7. ഓക്കെ, ഇതാ കണ്ടോ. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പം 2 ചെറിയ പിക്ചേഴ്സൊക്കെ ആണെങ്കിൽ, നമുക്ക് ചെറുതായിട്ടുള്ള പിക്ചേഴ്സൊക്കെ ആണെങ്കിൽ 1 2 എണ്ണമൊക്കെ എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പം ഞാൻ ഇതിൽ നിന്ന് 2 എണ്ണം മാത്രം എടുക്കുകയാണ് കേട്ടോ. കാരണം നമ്മളിത് പഠിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ടുള്ള വേണ്ട. അപ്പം 2 എണ്ണം ഇങ്ങനെ ഊരിയെടുക്കാം നമുക്ക്. അപ്പം നമ്മൾ അതിൽ നിന്ന് 2 എണ്ണം മാത്രം ഇങ്ങനെ ഊരിയെടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കത്രിക എടുത്തിട്ട് ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം സൂചിയിലേക്ക് കോർക്കുക. സൂചി എടുത്ത് സൂചിയിലേക്ക് കോർക്കുക. സൂചിയിലേക്ക് ഇങ്ങനെ കോർത്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ സൂചിയിലേക്ക് ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് എടുക്കണ്ട, പകുതി വരെ ആക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് എൻഡിൻ്റെ അവിടെ നമുക്ക് ചെറിയൊരു കെട്ട് കൊടുക്കാം. സാധാ പോലെ കെട്ട് കൊടുക്കാം. കാരണം നമ്മൾക്ക് സാധാ നമ്മൾ തുന്നാനൊക്കെ ഉപയോഗിക്കുന്ന പോലെ കെട്ട് കൊടുക്കാം. കെട്ട് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ളത് നമുക്കിങ്ങനെ ഒരു കത്രിക എടുത്തിട്ട് ജസ്റ്റ് കളയാം. അപ്പോൾ സൂചിയിൽ കോർത്തിട്ടുണ്ട്. നമുക്ക് ഈ എംബ്രോയിഡറീൻ്റെ റിങ് എടുത്തിട്ട്, അതായത് ഇത് ബാക്ക് വശമല്ലേ, ബാക്ക് വശത്തുനിന്ന്
നമുക്ക് മേലേക്ക് സൂചി കുത്തിയെടുക്കാം. സൂചി കുത്തി എടുത്തു. കണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സൂചി കുത്തുക. എന്നിട്ട് മുകളിലേക്ക് എടുക്കുക. വീണ്ടും താഴേക്ക് കുത്തുക. മുകളിലേക്ക് എടുക്കുക. ഇത് സാധാ നമ്മളുടെ സ്റ്റിച്ചിങ് ചെയ്യലുണ്ട്. നമ്മളെ പെട്ടെന്ന് ചുരിദാറും എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ആക്കുകയാണെങ്കിലൊക്കെ ഇങ്ങനെയായിരിക്കും എല്ലാവരും ചെയ്യുന്നത്. ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ പേര് റണ്ണിങ് സ്റ്റിച്ച് എന്നാണ്. അപ്പം ഇങ്ങോട്ട് ഇങ്ങനെ സൂചി കുത്തുക, മേലേക്ക് എടുക്കുക, വീണ്ടും സൂചി കുത്തുക, മേലേക്ക് എടുക്കുക. അങ്ങനെ എൻഡ് വരെ നമുക്ക് ചെയ്യാം. ഈ 2 നൂലിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു നൂല് എന്ന് പറയുന്നത് ഇതാ നമ്മുടെ ഇതിൽ സൂചിയിൽ തൂങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു നൂല് ഈ നൂല് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ മറുവശത്തുള്ള നൂല് ഇതാ ഇവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. ഇതാ കണ്ടോ ഈ നൂല്. അതാവശ്യമില്ല കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ കുത്തുക, സൂചിയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക, വീണ്ടും കുത്തുക, സൂചി പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് വലിക്കുക. ഇതാണോ വലിച്ച് നല്ല ടൈറ്റിങ് ആക്കി വെക്കണം കേട്ടോ. വീണ്ടും നമ്മൾ സൂചി താഴേക്ക് കുത്തുക, മേലേക്ക് എടുക്കുക, വീണ്ടും താഴേക്ക് കുത്തുക, മേലേക്ക് എടുക്കുക. ഓക്കെ, ഇതാ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും താഴേക്ക് കുത്തി ഇറക്കുക. സൂചി താഴെ കുത്തി ഇറക്കിയതിന് ശേഷം നമ്മൾ ബാക്ക് വശത്ത് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ബാക്ക് വശവും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചെറുതായിട്ട് നമ്മളൊന്ന് സൂചി ഇങ്ങനെ ആക്കിയിട്ട് ലോക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം. ശരിക്കും ഇതാ നോക്കിക്കോളൂ. ഇവിടെ സൂചി ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു കുത്തി ഇങ്ങോട്ട് വലിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. സാധാ പോലെ തന്നെയാട്ടോ. ഇതാ ഓക്കെ, കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ്ട കട്ട് ചെയ്ത് എടുത്തു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് റണ്ണിങ് സ്റ്റിച്ച്. ഈ സ്റ്റിച്ച് വെച്ചിട്ട് ഞാൻ ചെയ്ത ഒരു വർക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു പിക്ചറായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ഒരു ഡിസൈൻസ് ആയിട്ട് നമുക്ക് ചെയ്താലോ. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ചുരിദാറിൻ്റെ ഡിസൈൻസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, സപ്പോർട്ട് ചെയ്യാം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓർമ്മ ഡിസൈൻസിൻ്റെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.